സംസ്ഥാന ബി.ജെ.പിയുടെ പുതിയ ഭാരവാഹികളെയൊക്കെ തീരുമാനിച്ചിരിക്കുകയാണ്. പട്ടിക പുറത്തു വന്നിരിക്കുകയാണ്. അതിൽ ഒരു പൂർണ്ണതയുണ്ടോ? അല്ല, അത്തരത്തിലുള്ള ഒരു നീക്കം തന്നെയാണ് കാണുന്നത്. ഇതിപ്പം ഏത് തരത്തിൽ ആരെ എടുത്തു വെച്ചാലും ഏതെങ്കിലും മറുഭാഗത്ത് മുറുമുറുപ്പുമായിട്ട് നിൽക്കുന്നവരൊക്കെ ഉണ്ടാകും. ഇവിടെ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പുതിയ ടീമാണ് വന്നിരിക്കുന്നത്. അവർക്ക് വലിയ ഉത്തരവാദിത്തത്തോടു കൂടിയാണ് കാര്യങ്ങൾ നീങ്ങാൻ പോകുന്നത്. നമുക്കറിയാം, 2014 മുതൽ കേന്ദ്രത്തിൽ BJP ഭരണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്, മൂന്നാം വട്ടവും. രാജ്യമെമ്പാടും ഒരു BJP തരംഗം ഉണ്ടാകുന്ന അവസരത്തിലും കേരളത്തിൽ ഇത് വേണ്ടത്ര തരത്തിൽ ശക്തിപ്പെടാൻ കഴിയാതെ പോയില്ലേ എന്ന് ഒരു സംശയമുണ്ട്. അണികളിലൊക്കെ വലിയ ഒരു BJPയോട് ഒരു വലിയ ആവേശവും നരേന്ദ്രമോദിയോട് വലിയൊരു ആരാധനയും ഒക്കെ ഉണ്ട്. പക്ഷേ ഇത് വേണ്ട തരത്തിൽ BJP സംസ്ഥാന ഘടകത്തിന് ഉപയോഗിച്ചുകൊണ്ട് മുന്നേറാൻ കഴിയാതെ പോയിട്ടുണ്ട്. അങ്ങനെ കഴിയാതെ പോയതിന് ഒരു പരിഹാരമായിട്ടാണ് BJP കേന്ദ്ര നേതൃത്വം രാജീവ് ചന്ദ്രശേഖരനെ നിയോഗിച്ചിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ ഇതിനു മുമ്പ് നമുക്കറിയാം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ്, അതിനു മുമ്പ് കുമ്മനം രാജശേഖരനാണ്, രാജഗോപാൽ, ഇങ്ങനെ നീണ്ട ഒരു പട്ടിക തന്നെയുണ്ട്. ഈ സുരേന്ദ്രൻ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയമുണ്ടാകുന്നത്. അത് സുരേന്ദ്രൻ്റെ മാത്രം നേട്ടമായിട്ട് എടുക്കാൻ പറ്റത്തില്ല, സുരേഷ് ഗോപിയുടെ കൂടി ഒരു ഫേസിന് കിട്ടിയ വോട്ടാണത്. അതിനി നിലനിർത്തിക്കൊണ്ടു പോകുന്നതിലാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ നേട്ടത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് കാണാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ സുരേന്ദ്രൻ ആണെന്നുണ്ടെങ്കിൽ എന്നും പത്രസമ്മേളനം നടത്തുമായിരുന്നു, തൻ്റെ സാന്നിധ്യം ഇങ്ങനെ അറിയിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ സുരേന്ദ്രനെ പോലെ അങ്ങനെ രാജീവ് ചന്ദ്രശേഖർ സ്ഥിരം പത്രസമ്മേളനമൊന്നും നടത്തുന്നില്ല. അദ്ദേഹം ഇവിടെ വന്നതിന് ശേഷം തന്നെ വിരലിലെണ്ണാവുന്ന പത്രസമ്മേളനം മാത്രമേ നടത്തിയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് പിന്നീട് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് സ്ഥാനാർത്ഥിയെ നിർത്തണ്ട എന്ന് പറഞ്ഞത് മറ്റു പലതരത്തിലും അതിനൊരു വ്യാഖ്യാനം ഉണ്ടായി. ഒടുവിൽ അദ്ദേഹം അതിന് തയ്യാറായി. എന്തുകൊണ്ട് നിലമ്പൂരിൽ മത്സരിക്കണ്ട എന്ന് തീർച്ചപ്പെടുത്തിയത് എന്ന് ചോദിച്ചാൽ, കാരണം അവിടെ വെറുതെ പണവും നമ്മുടെ എനർജിയും മറ്റ് മനുഷ്യരുടെ അധ്വാനവും അവിടെ പാഴാക്കണ്ട എന്നുള്ള തരത്തിൽ തന്നെയാണ്. പക്ഷേ എന്നിട്ടും പല ഭാഗങ്ങളിൽ നിന്ന് സമ്മർദ്ദമുണ്ടായി കഴിഞ്ഞപ്പോൾ സ്ഥാനാർത്ഥിയെ നിർത്തി. BJPക്ക് എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ നേരിയ ഒരു വർധനവ് നിലമ്പൂരിലും ഉണ്ടാവുകയും ചെയ്തു. ഇപ്പോൾ BJPയുടെ പുനഃസംഘടന നടന്നിരിക്കുകയാണ്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രസിഡന്റ് കഴിഞ്ഞാൽ പ്രധാനമായിട്ട് വരുന്നത് ജനറൽ സെക്രട്ടറിമാരാണ്. 4 ജനറൽ സെക്രട്ടറിമാരെയാണ് ഇവിടെ നിയമിച്ചിരിക്കുന്നത്. സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിരുന്ന ശോഭാ സുരേന്ദ്രനെ BJPയുടെ ജനറൽ സെക്രട്ടറിയാക്കി മാറ്റിയിരിക്കുകയാണ്. അത് BJP വലിയൊരു ചലനം ഉണ്ടാക്കാൻ പോകുന്നതാണ്. നമുക്കറിയാം, ശോഭാ സുരേന്ദ്രന് എവിടെ കാലുകുത്തിയിട്ടുണ്ടോ അവിടെല്ലാം തന്നെ ഒരു തിളക്കം ആർന്ന വിജയം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ആറ്റിങ്ങൽ വന്ന് മത്സരിച്ചു, വലിയ ഒരു നേട്ടമാണ് ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞിപ്പോൾ ഏറ്റവും അവസാനം ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിച്ചു. അവിടെയും ആ മണ്ഡലം ഒരിക്കലും A ക്ലാസ് മണ്ഡലമല്ലായിരുന്നു. എന്നിട്ട് അതിനെ A ക്ലാസ് മണ്ഡലത്തിലേക്ക് മാറ്റിയെടുക്കാനായിട്ട് ശോഭാ സുരേന്ദ്രനോട് സാധിച്ചു. ഇനിയിപ്പോൾ അടുത്ത തവണ അവിടെ വലിയ ഒരു A ക്ലാസ് മണ്ഡലങ്ങളുടെ പട്ടികയിൽ വരാൻ പോവുകയാണ്. 2,99,000 വോട്ടാണ് അവിടെ പിടിച്ചത്. അവിടെ ആരിഫിനെയും KC വേണുഗോപാലിനെയും അവിടെ വിറപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ശോഭാ സുരേന്ദ്രനെ കൊണ്ടുവന്നിരിക്കുന്നതിലൂടെ ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ ടീമിന് ഒന്നുകൂടെ ആക്കം കൂടുകയാണ്. പിന്നെ MT രമേശിനെയാണ് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നതാണ്. നമ്മളൊക്കെ അത് ചർച്ച ചെയ്ത കാര്യമാണ്. അപ്പോൾ MT രമേശിനെയും ജനറൽ സെക്രട്ടറിമാരിലേക്ക്, പ്രസിഡന്റ് കഴിഞ്ഞാൽ ജനറൽ സെക്രട്ടറിമാർക്ക് വലിയ ഉത്തരവാദിത്തമാണ് ഉള്ളത്. MT രമേശിനെയും പിന്നീട് BJPയുടെ തിരുവനന്തപുരം ജില്ലയിലെ മുൻ പ്രസിഡന്റായിരുന്ന അഡ്വക്കേറ്റ് S സുരേഷിനെയും
നിയമിച്ചിട്ടുണ്ട്. സുരേഷാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ പല ദൗത്യവും സുരേഷിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നീട് അനൂപ് ആൻ്റണി ജോസഫ്. ഇതിൽ അനൂപ് ആൻ്റണി ജോസഫ് വളരെ ഡൽഹിയിൽ നല്ല ബന്ധമുള്ള ഒരു യുവനേതാവാണ്. മാറുന്ന മുഖത്തിൻ്റെ ഒരു അടയാളമാണ്, ക്രൈസ്തവ മുഖമാണ് അനൂപ് ആൻ്റണി ജോസഫ്. അപ്പോൾ പലർക്കും ഒരു സംശയം, ഈ ഷോൺ ജോർജിനെ തഴഞ്ഞോ എന്നുള്ളത്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ മാത്രം ഷോൺ ജോർജ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒഴിവാക്കിയതൊന്നുമല്ല. ഷോൺ ജോർജ് തന്നെ പറഞ്ഞിട്ടുണ്ട് തന്നെ ഒഴിവാക്കണം ഇക്കാര്യത്തിൽ. കാരണം ഇത് രണ്ടും ക്രൈസ്തവ മുഖമാണ്, അനൂപ് ആൻ്റണി ജോസഫും ഷോൺ ജോർജും. ഷോൺ ജോർജ് രാജീവ് ചന്ദ്രശേഖർ വന്ന നാൾ മുതൽ തന്നെ BJPയിൽ വലിയ പ്രവർത്തനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. മുനമ്പം വിഷയത്തിലും വഖഫ് ഭേദഗതി ബില്ലിനകത്തുമൊക്കെ കൃത്യമായിട്ട് ക്രൈസ്തവർക്കും ബിഷപ്പുമാർക്കും ഒക്കെ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കാനും ഈ ബിഷപ്പുമാരെ മുഴുവൻ ഈ BJPയിലോടെ ചേർത്ത് നിർത്തുന്നതിനും ഷോൺ ജോർജിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ആ ഷോൺ ജോർജ് തന്നെ പറഞ്ഞിരിക്കുന്നത്, എനിക്ക് മണ്ഡലം ഈ ഇത്തരത്തിലുള്ള സംസ്ഥാനം സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഏർപ്പെടുന്നതുകൊണ്ട് മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം പൂഞ്ഞാറിലും പാലയിലോ മത്സരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. ഇതിൽ PC ജോർജിന് പൂഞ്ഞാർ മണ്ഡലം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇദ്ദേഹത്തിന് ഷോൺ ജോർജിന് പാലയിലായിരിക്കും. അവിടെ ഈ രണ്ടിടത്തും BJPക്കകത്ത് അല്പം ആത്മവിശ്വാസം ഉള്ള മണ്ഡലങ്ങൾ കൂടിയാണ്. ഓർക്കണം, ക്രൈസ്തവ മുഖമാണ്. ഈ ക്രൈസ്തവരെ BJP എത്രത്തോളം ചേർത്ത് നിർത്തുന്നുണ്ട് എന്നുള്ളതിൻ്റെ രണ്ട് മുഖമാണ് അനൂപ് ആൻ്റണി ജോസഫും ഷോൺ ജോർജും. ഷോൺ ജോർജ് തന്നെ പറഞ്ഞതാണ്, എന്നെ ഒഴിവാക്കുക, ഞാൻ മണ്ഡലം കേന്ദ്രീകരിച്ച് നിൽക്കാൻ പോവുകയാണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ അത്തരത്തിൽ ഒരു വലിയ ഒരു അമിത്ഷാ തിരുവനന്തപുരത്ത് എത്തി പ്രവർത്തകരെ മുഴുവൻ അഭിസംബോധന ചെയ്തു, കാര്യങ്ങൾക്കൊരു ആക്കം കൂട്ടുകയാണ്. ഇനിയിപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ പോവുകയാണ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നിരവധി വാർഡുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രത്യേകമായിട്ട് ഫോക്കസ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. നിരവധി പഞ്ചായത്തുകളുടെ ഭരണം പിടിച്ചെടുക്കണം, നഗരസഭയുടെ ഭരണം പിടിച്ചെടുക്കണം, കോർപ്പറേഷൻ്റെ ഭരണം പിടിച്ചെടുക്കണം. പ്രത്യേകിച്ച് തിരുവനന്തപുരവും തൃശ്ശൂരും കൈയെത്തുന്ന ദൂരത്താണ് നിൽക്കുന്നത്. തിരുവനന്തപുരം തന്നെ BJPയുടെ അടുക്കലെത്തി നിൽക്കുകയാണ്. ഇതിത്രയും നേടിയെടുക്കുക, അതിനോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രവർത്തനങ്ങളും തുടരണം എന്നുള്ള രീതിയിലാണ് അമിത്ഷാ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിക്കൊണ്ട് അവരിലൊരു ആവേശം പകർന്നുകൊണ്ട് പിരിഞ്ഞിരിക്കുന്നത്. അത് ഇനിയിപ്പോൾ വിഭാഗീയത കാണിച്ച് നിൽക്കുന്നവർക്ക് വലിയ താക്കീതും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്.